Hello students. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇതാണ് പ്രോബ്ലം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ ദ എക്സ് ആക്സിസ് ആൻഡ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x വേർ -1 ലെസ് ദൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദൻ ഓർ ഈക്വൽ ടു 2. ഇപ്പോൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇൻ്റർവെൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ എക്സ് ആക്സിസും ഈ കർവും കൂടി ഉണ്ടാക്കുന്ന ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏത് പ്രോബ്ലം ആണെങ്കിലും നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യാറ്? അതിൻ്റെ ഫിഗർ വരയ്ക്കും അല്ലേ, ഗ്രാഫ് വരയ്ക്കും. അതാണ് ആദ്യം ചെയ്യാറ്. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ, ഗ്രാഫ് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ. കർവ് എവിടെയൊക്കെ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നുണ്ട്, അതായത് ആ എഫ് ഓഫ് എക്സിൻ്റെ സീറോസ് ഏതൊക്കെയാണ്. എഫ് ഓഫ് എക്സിൻ്റെ സീറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ സിന്റെ വാല്യൂ 0 ആകുന്ന പോയിന്റ്സ്, സീറോസ് എന്നോ റൂട്ട്സ് എന്നൊക്കെ പറയാം അല്ലേ. നിങ്ങൾ റൂട്ട്സ് എന്നായിരിക്കും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതിന്റെ റൂട്ട്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ സീറോസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തോളൂ. എന്നിട്ട് ഗ്രാഫ് വരയ്ക്കാൻ തുടങ്ങിക്കോളൂ. മുമ്പ് പറഞ്ഞപ്പോൾ നമുക്കതിന്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ഏരിയ എബവ് ദി എക്സ് ആക്സിസ് മാത്രമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇവിടെ നമ്മൾ ഇനി മുതൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും സീറോസ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്തോളൂ. എന്നിട്ട് ഗ്രാഫ് വരയ്ക്കുമ്പോൾ സീറോസ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ഇൻബിറ്റ്വീനിലുള്ള പോയിന്റ്സ് വരുന്ന രീതിയിൽ ഗ്രാഫിലെ പോയിന്റ്സ് സെലക്ട് ചെയ്തോളൂ. ഗ്രാഫ് വരയ്ക്കലൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എക്സ് വാല്യൂ എടുക്കുക, വൈ വാല്യൂ എടുക്കുക, എന്നിട്ട് ഗ്രാഫ് വരയ്ക്കൽ തന്നെ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒന്ന് നോക്കി ഞാൻ ഈ എക്സാമ്പിളിൽ കൂടെ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബാണ് കേട്ടോ, എക്സ് സ്ക്വയർ അല്ല, ഇവിടെ എക്സ് ക്യൂബാണ്. എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ. അപ്പം നോട്ടിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് തിരുത്തിക്കോളൂ കേട്ടോ. എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x എന്ന് വെച്ചാൽ അതിൽ നിന്ന് എല്ലാത്തിനും ഒരു എക്സ് കോമൺ ആയിട്ട്, ഫാക്ടറൈസേഷൻ ആട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു എക്സ് കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ഉണ്ടാവുക എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ആണ്. ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ സീറോസ് എന്ന് പറയുന്നത്, ഇത് 0 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 0, ഇത് 0 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു -1, ഇത് 0 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 2 അല്ലേ. ഫാക്ടേഴ്സ് അറിയാമെങ്കിൽ അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എക്സ് പ്ലസ് എ ഫാക്ടർ ആണെങ്കിൽ മൈനസ് എ റൂട്ടായിരിക്കും, അല്ലെങ്കിൽ എക്സ് മൈനസ് എ ഫാക്ടർ ആണെങ്കിൽ എ റൂട്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഈ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കി -1 2 എൻഡ് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്ന, ഇൻ്റർവെലിൻ്റെ എൻഡ് പോയിന്റ്സ് ആണെന്നറിയാം. അപ്പോൾ അവിടെ രണ്ട് സ്ഥലത്ത് ഇതാ കണ്ടോ, ഗ്രാഫ് വരച്ചപ്പോൾ ക്രോസിംഗ് വന്നേക്കണം എക്സ് ആക്സിസിൽ. അവിടെ രണ്ട് സ്ഥലത്ത് ക്രോസിംഗ് വരുന്നുണ്ട് എക്സ് ആക്സിസിൽ. എക്സ് ആക്സിസിലാണല്ലോ 0 വരിക. പിന്നെ എക്സ് ഈക്വൽ ടു 0ലും എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നുണ്ട്, അതായത് എക്സ് ആക്സിസുമായി ടച്ച് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നിടത്താണ് വൈ ഈക്വൽ ടു 0 വരിക, അവിടെ ആണ് നമുക്ക് റൂട്ടിനെ കിട്ടുക. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെയാണ് ഇതിന് റൂട്ട് വരുന്നത്, എക്സ് ആക്സിസിനെ എവിടെയൊക്കെ ഇത് ക്രോസ് ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് ഗ്രാഫ് വരച്ചോളൂ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ സീറോസ് കണ്ടുപിടിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ, മുകളിലും താഴെയും ഗ്രാഫ് വരുന്നുണ്ട് എങ്കിൽ ഇപ്പം നമുക്ക് രണ്ട് ഇടയിൽ ഒരു ക്രോസിംഗ് ആണല്ലോ വന്നത്, സീറോയിലുള്ള ഒരു ക്രോസിംഗ് ആണ് അധികം വന്നത്. അപ്പോൾ അവിടെ നമ്മൾ പോയിന്റ്സ്, ഗ്രാഫ് വരയ്ക്കാൻ പോയിന്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ -1ൻ്റെയും 0ൻ്റെയും ഇടയ്ക്കുള്ള 2-3 വാല്യൂസ് എടുക്കുക, 0ൻ്റെയും 2ൻ്റെ ഇടയ്ക്കുള്ള 2-3 വാല്യൂസ് എടുക്കുക, എന്നിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ഗ്രാഫ് പ്ലോട്ടിംഗ് ഒക്കെ നമ്മൾ പണ്ട് ചെയ്യാറുള്ള പോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഇവിടെ മുകളിലും താഴെയും ഗ്രാഫ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ട് ഇനി ഈ 0ക്ക് ശേഷം ഇത് എവിടേക്കാണ് പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഭാഗത്തെ പോയിന്റ്സ് ഒന്നും എടുത്തില്ല എങ്കിൽ ഇത് മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ക്രോസിംഗ് വരുന്നുണ്ട് എങ്കിൽ സീറോസ് ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള 2-3 വാല്യൂസ് വീതം എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സാധാരണ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും നോക്കാറില്ലല്ലോ. ഇനി മുതൽ വരയ്ക്കുമ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരച്ചോളൂ, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ. എന്നിട്ട് ഇനി നിങ്ങൾ ഏകദേശം 2-3 പോയിന്റ്സ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഷേപ്പിലൊരു ഗ്രാഫ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കൂടുതൽ പോയിന്റ്സ് എടുത്താൽ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി വരയ്ക്കാൻ പറ്റും. അത്ര അധികം ഒന്നും എടുക്കാൻ നിൽക്കണ്ട, ഒരു 3-4 വാല്യൂസ് എടുത്തിട്ട് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് വരച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇവിടെ വരച്ച ഫിഗർ അടക്കം അവിടെ എടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഫിഗർ മസ്റ്റാണ് കേട്ടോ, ഫിഗർ എന്തായാലും വരച്ചിരിക്കണം, എന്നാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കി, ഇപ്പോൾ -1 0ൽ എബവ് ദി എക്സ് ആക്സിസും 0 to 2ൽ ബിലോ ദ എക്സ് ആക്സിസും ഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 2ൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 2ഉം കൂടി ആഡ് ചെയ്യേണ്ടി വരും. പക്ഷെ നെഗറ്റീവ് ഏരിയ എടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ നെഗറ്റീവാണ് കിട്ടണേ. എക്സ് ആക്സിസിൻ്റെ അടിയിലേക്കുള്ള ഏരിയ നെഗറ്റീവ് ഏരിയ ആയിരിക്കും.
അപ്പോൾ ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ് എങ്കിൽ ഇതിൻ്റെ മോഡുലസ് എടുത്തിട്ട് വേണം ഏരിയയുടെ കൂടെ പ്ലസ് ചെയ്യാൻ, മറ്റേ ഏരിയയുടെ കൂടെ പ്ലസ് ചെയ്യാൻ. ഒരിക്കലും നെഗറ്റീവ് സൈനോട് കൂടി ഏരിയ ഒരിക്കലും നെഗറ്റീവ് ആവില്ല അല്ലേ. സമയം ഒരിക്കലും നെഗറ്റീവ് ആവില്ല എന്ന് പറയുന്ന പോലെയൊക്കെ തന്നെയാണ് ഏരിയ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അഥവാ ഇതിന് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടണമെങ്കിൽ അതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്തിട്ട് ഈ ഏരിയയോട് കൂടി ആഡ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ ദ സീറോസ് പാർട്ടീഷൻ -1 2 into 2 sub-intervals -1 0 on which f is greater than or equal to 0 എന്ന് വെച്ചാൽ above the x-axis ആണെന്ന്, and on 0 to f is less than or equal to 0 നെഗറ്റീവ് ആണ് എന്ന്. ദെൻ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഇൻ്റർവെലുമേയും, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് ഓരോ ഇൻ്റർവെലുമേയും സെപ്പറേറ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യണം. ഇൻ്റഗ്രേഷൻ ആദ്യം -1 0 ചെയ്യുക. -1 0 ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇൻ്റഗ്രേഷൻ്റെ റൂൾസൊക്കെ കൊടുക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇതെങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലിമിറ്റൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 5/12 എന്ന് ഉത്തരം കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇൻ്റഗ്രേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. അതുപോലെ ഇൻ്റഗ്രൽ ഓവർ 0 to ചെയ്യും. ഇൻ്റഗ്രൽ ഓവർ 0 to ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്ത് ലിമിറ്റൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് -8/3 എന്നാണ് കിട്ടുക. അപ്പോൾ ടോട്ടൽ ഏരിയ കിട്ടാനായിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ഏരിയ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് ഈ ഏരിയയുടെ മോഡുലസ് വാല്യൂ താഴേക്കുള്ള എക്സ്-ആക്സിസിൻ്റെ ബിലോ ഉള്ള ഏരിയ എപ്പോഴും നെഗറ്റീവായിട്ടാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്തിട്ട് ആഡ് ചെയ്യണം ഇതിനോടുകൂടി. അഡീഷൻ ചെയ്തിട്ടുണ്ട്. അഡീഷൻ ചെയ്തിട്ട് 37/2 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. നിങ്ങളിത് വെറുതെ എഴുതി വെക്കാതെ നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി എഴുതുക കേട്ടോ. അടുത്തത് ഇവാലുവേറ്റിംഗ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് യൂസിങ് സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്ത് ഇൻ്റഗ്രേഷൻ നിങ്ങൾ +2 ഓൾറെഡി പഠിച്ചതൊക്കെ തന്നെയാണ്. എന്നാൽ ഇവിടെ അത് 2 മെത്തേഡ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് 1 മാത്രം ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് തന്നപ്പോൾ നോട്ടിൽ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മെത്തേഡ് 2 കൂടി നിങ്ങൾ എഴുതിക്കോട്ടെ. അപ്പോൾ ആരെങ്കിലും നേരത്തെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ മെത്തേഡ് 2 കൂടി അവിടെ ആഡ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കാരണം മെത്തേഡ് 2 എഴുതിക്കോ നിങ്ങൾ. എപ്പോഴാണ് നമുക്കതിൻ്റെ ആവശ്യം വരിക? ചിലപ്പോൾ രണ്ടിലും ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യേണ്ടി വരുള്ളൂ. രണ്ടും പഠിച്ചിരുന്നോ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. പഠിച്ചതൊക്കെ തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ -1 to 1 5x⁴ √(x⁵5 + 1 dx. അപ്പോൾ മെത്തേഡ് 1 ആദ്യം നോക്കാം. ഇങ്ങനെ ഒരു ഇൻ്റഗ്രൽ തന്നാൽ അതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രൽ 5x⁴ x⁵5 + 1 എന്ന് എഴുതാം, റൂട്ട് എഴുതുന്നതിന് പകരം. നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ളതിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. പുട്ട് u = x⁵5 + 1 എന്നിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ du = ഇതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ 5x⁴, എക്സിൻ്റെ ഡിഫറൻഷ്യൽ dx, 1ൻ്റെ ഡിഫറൻഷ്യൽ 0 ആയിട്ട് പോകും. അപ്പോൾ x⁴ dx = 1/5 du ആണെന്നറിയാം. x⁴ dx = 1/5 du ആണെന്നറിയാം. അപ്പോൾ ഈ ഇൻ്റഗ്രലിൽ കൊണ്ടുപോയി i എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റഗ്രലിൽ കൊണ്ടുപോയി ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇൻ്റഗ്രൽ 5 ഇൻറ്റു പിന്നെ x⁴ dx പകരം 1/5 u. ഇനി അതല്ല നിങ്ങൾക്ക് 5x⁴ dx ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് du എന്ന് അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇവരിങ്ങനെ ചെയ്തിരിക്കണമെന്ന് മാത്രം. ഇൻറ്റു ബാക്കിയുള്ളത് നമുക്ക് u⁴1/2 du അങ്ങനെ എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ u⁴3/2 du അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത u⁴3/2. ഇവിടെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ടല്ലോ. 3/2 അല്ലല്ലോ വരിക, 5/2 അല്ലേ. 3/2 + 1 വരില്ലേ? ഇത് 5/2 ആണ് കേട്ടോ. ഇവിടെ ടോട്ടൽ നോക്കിയാൽ യുവും വരും. ഇല്ല ഒരു മിനിറ്റ്. ഇല്ല, ഇവിടെ തെറ്റ് ചെയ്തിരിക്കണ്ട. ഇവിടെ u അല്ല കേട്ടോ. ഇവിടെ u ഇല്ല. ഈ u ഇല്ല. അപ്പോൾ ഇവിടേക്ക് എഴുതിക്കുന്നത് ശരിയാണ്. വീണ്ടും എന്തൊക്കെയോ തെറ്റുകൾ വന്നിട്ടുണ്ടല്ലോ. x⁴ dx പകരം 1/5 du എഴുതി. 5 ക്യാൻസൽ ചെയ്ത് പോയി. ഈ u ഇവിടെ ഇല്ല കേട്ടോ. അതാണ് തെറ്റിച്ചേക്കുന്നത്. ഈ u ഇവിടെ ഇല്ല. അപ്പോൾ അത് വെട്ടിക്കളയാം. ഈ 5 ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ഇവിടെ u⁴1/2 du ഉണ്ടാവുള്ളൂ. ഇവിടെ u⁴3/2 ഇല്ല. u⁴1/2 du ഉള്ളൂ. ഓക്കെ, തിരുത്താട്ടോ അത് നോട്ടിൽ. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u⁴3/2 / 3/2 + c. അപ്പോൾ 2/3 u⁴3/2 + c.
ഇനി നമ്മൾ ലിമിറ്റ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ്. കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റി കൊടുക്കുക. നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ഓഫ് ലിമിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ മാറ്റി കൊടുത്തു. യുവിന് പകരം x⁵5 + 1 the whole raised to 3/2 + c എന്ന് എഴുതി. ഓക്കെ, ഇനി അതെങ്ങനെ, ഇനി നമ്മൾ അതിൻ്റെ ലിമിറ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ? അതായത് ഇൻ്റഗ്രൽ -1 to 1 5x⁴ √x⁵5 + 1 dx ആണ് എങ്കിൽ ഇതിൻ്റെ ഈ ആൻറ്റി ഡെറിവേറ്റീവ് മാത്രം എടുക്കുക. കോൺസ്റ്റൻറ്റ് വേണ്ട, അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ കോൺസ്റ്റൻറ്റ് വേണ്ട, ഈ ആൻറ്റി ഡെറിവേറ്റീവ് മാത്രം എടുക്കുക. അതിനെ -1 to 1 എന്നുള്ള ഇൻ്റർവെല്ലിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം 1 കൊടുക്കുക, 1 കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. പിന്നെ -1 കൊടുക്കുക, -1 കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് ഇത് വാല്യുവേറ്റ് ചെയ്യുക. അതാണ് ഒരു മെത്തേഡ്. നിങ്ങൾ ഈ വാല്യൂറ്റ് ചെയ്ത് ഫൈനൽ ആൻസർ ആക്കി ഇട്ടോളൂ കേട്ടോ. ഇവിടെ ഫൈനൽ ആൻസർ ആക്കിയിട്ടില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഫൈനൽ ആൻസർ ആക്കി ഇട്ടോളൂ. ഇനി രണ്ടാമത്തെ മെത്തേഡിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഇതുപോലെയൊക്കെ തന്നെ കൊടുക്കും, സെയിം ഇതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുക്കും. നമ്മൾ പക്ഷേ ആ ഇൻ്റർവെല്ലിനെ ചേഞ്ച് ചെയ്യും. അതായത് -1 to 1 എന്നുള്ള ആ ഒരു ഇൻ്റർവെൽ ഇല്ലേ, അതിനെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. x⁻⁻1 ആവുമ്പോൾ യുവിൻ്റെ വാല്യൂ എന്ത് വരും? x⁻⁻1 ആവുമ്പോൾ യുവിൻ്റെ വാല്യൂ x⁵5 + 1 അല്ലേ. അപ്പോൾ -1⁵5 + 1 = 0 എന്ന് വരും. പിന്നെ അതുപോലെ തന്നെ x⁻1 ആവുമ്പോൾ യുവിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യും, അത് 2 എന്ന് വരും. അപ്പോൾ ആ ചേഞ്ച് ചെയ്ത ലിമിറ്റും കൂടെ ഇവിടെ കൊടുക്കും. എന്നിട്ട് ഇതേ ഇവിടെയും കണ്ടോ, ഇവർ യുന്ന് തെറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ യു ഇല്ല. അതുപോലെ ഇവിടെ u⁻1/2 ഉള്ളൂ. ഇവിടെ രണ്ട് സ്ഥലത്ത് അവർ തെറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ തിരുത്തിക്കോളൂ. അപ്പോൾ അതിനൊപ്പം തന്നെ ഈ ലിമിറ്റും 0 to 2 എന്നുള്ളതായിട്ട് മാറും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് +2 ഇത് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തതായിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ തെറ്റുകൾ തിരുത്താൻ മറക്കരുതേ, തെറ്റ് വന്നേക്കണതാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? u⁻3/2 എന്നുള്ള ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തു. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്? ലിമിറ്റ് ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വെൻ x⁻1 ആകുമ്പോൾ യു എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. വെൻ x⁻1 ആകുമ്പോഴും യു എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 0ഉം 2ഉം ആണ് കിട്ടിയത്. കറസ്പോണ്ടിങ് ലിമിറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് യുവിൻ്റെ ലിമിറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും യുവിൻ്റെ പ്ലേസിൽ കൊടുത്ത് ഉത്തരം കണ്ടെത്തിയാൽ മതി. 4√2/3 എന്ന് കിട്ടും. അപ്പോൾ ഇതേ ഉത്തരം തന്നെ നമുക്ക് മുകളിലും കിട്ടും കേട്ടോ. ഇവിടെയും നമുക്ക് 4√2/3 എന്നുള്ള ഉത്തരം കിട്ടേണ്ടതാണ്. ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്കറിയാം, ഇത് മെത്തേഡൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാരണം കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അടുത്തത് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to π/2 √cos x sin³ x dx. അപ്പോൾ അത് ഈ മെത്തേഡിൽ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലൊന്ന് നോക്കാം. u = cos x എന്ന് കൊടുക്കും. സോ ദാറ്റ് du = -sin x dx or sin x dx = -du. അപ്പോൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോണത്. sin x dx, ഇവിടുന്ന് ഒരു sin x dx എടുത്താൽ അതിന് പകരം നമുക്ക് -du എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ x = 0 ആയിരിക്കുമ്പോൾ u എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cos 0 വരും, that is equal to 1 എന്ന് വരും. അതുപോലെ x = π/2 ആയിരിക്കുമ്പോൾ u എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cos π/2 വരും, that is equal to 0 വരും. അപ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 √cos x sin³ x dx എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to π/2 √cos x, ഇതിനെ നമുക്ക് sin³ x നമുക്ക് sin² x × sin x dx എന്ന് എഴുതാം. എഴുതി കൂടെ? ഇനി ഈ sin² x വീണ്ടും അവിടെ കിടന്നാൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതിനെല്ലാത്തിനെയും യൂലിക്കാക്കി മാറ്റണം. അപ്പോൾ sin² x നമുക്ക് 1 - cos² x എന്ന് എഴുതാം. sin² x 1 - cos² x എന്ന് എഴുതാം. കാരണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ ഇനി യു മാത്രം അതിൽ പാടുള്ളൂ. യുവിൻ്റെ ടേംസിലേക്ക് എല്ലാത്തിനെയും മാറ്റി എഴുതണം എന്നുണ്ട്. ലിമിറ്റ് അടക്കം നമ്മൾ ചേഞ്ച് ചെയ്തു. രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാറ്റി എഴുതുമ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 എന്നുള്ളതിന് പകരം 1 to 0 √u 1 - u², പിന്നെ sin x dx പകരം -du. ഓക്കെ, അപ്പോൾ മൈനസ് ഔട്ട്സൈഡ് എടുത്തിട്ടുണ്ട് എങ്കിൽ പിന്നെ √uനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ മൈനസ് ഇൻ്റഗ്രൽ 1 to 0 u⁻1/2 -u⁻5/2 √u × u² ചെയ്യുമ്പോൾ u⁻5/2 du. ഇനി മൈനസ് വെച്ചിട്ട് നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റിന് അങ്ങോട്ടും ചേഞ്ച് ചെയ്യാം അല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 u⁻1/2 - u⁻5/2. ഓക്കെ, ദെൻ
അതെന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ സമയം കഴിയുകയാണ്. വീഡിയോ 15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളിത് നോക്കിയിട്ട് ബാക്കിയത്തത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇത് സാധാരണ ഇൻ്റഗ്രേഷനാണ് ചെയ്തേക്കുന്നത്.